സ്വീകരിക്കാനുള്ള നിയമമുള്ളത്. മറ്റു സ്ഥാപനങ്ങൾക്കെല്ലാം ഡിബെഞ്ചർ മുഖാന്തരമുള്ളതാണ് NBFC-കൾ പബ്ലിഷ് സ്വീകരിക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് തന്നെ വലിയ രീതിയിലുള്ള കരുതലും പബ്ലിക്കിന്റെ ഡെപ്പോസിറ്റില് കൊടുക്കാൻ വേണ്ടിയുള്ള നിയന്ത്രണങ്ങൾ ഈ രംഗത്ത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെയെല്ലാം എല്ലാ നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ടാണ് നിധി കമ്പനി പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ അതിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ആരും തന്നെ അറിയണമെന്നില്ല. നിധി കമ്പനികൾ മൂന്നാല് കാറ്റഗറികളായിട്ടാണ് ലൈസൻസ് തരുന്നത്. ആദ്യം തന്നെ തരുമ്പോൾ 2 ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്ന ഒരു കമ്പനിക്ക് അതിൽ ഇടപാട് നടത്താനായിട്ട് 2 കോടി രൂപ വരെ നിക്ഷേപം വാങ്ങിക്കുന്ന കമ്പനികൾക്ക് ഒരു ഇടപാടുകാരന് 2 ലക്ഷം രൂപ വരെയാണ് ലോൺ കൊടുക്കാൻ കഴിയുന്നത്. നിധി കമ്പനികളിൽ വ്യക്തിപരമായ വായ്പകൾ ഇല്ല. ആകെ സെക്യൂർഡ് വായ്പകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഗോൾഡ് ലോൺ, ഒന്ന് ഭൂമി വെച്ചുള്ളത്, മറ്റൊന്ന് ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, LIC അങ്ങനെയുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ പ്രൊവിഷൻ മാത്രമാണ് നിധി കമ്പനികൾക്ക് ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത്. പേഴ്സണൽ ഇതിനകത്ത് നമുക്ക് ലോൺ സൗകര്യങ്ങൾ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്റെ ഡെപ്പോസിറ്റുകൾക്ക് സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് സെക്യൂർഡ് ലോൺസ്. അതോടൊപ്പം തന്നെ ഒരു ആളുടെ ഒരു ഡെപ്പോസിറ്റിന് 10% തുക തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഏതെല്ലാം ആ നിധി കമ്പനികളുടെ ഷെഡ്യൂൾഡ് ബാങ്ക് ഓഫ് നാഷണലൈസ്ഡ് ബാങ്ക് ഈ ബാങ്കിൽ നിക്ഷേപിക്കണമെന്നുള്ള ഒരു വ്യവസ്ഥയും ഇതിന്റെ കൂട്ടത്തിലുണ്ട്. അപ്പൊ അങ്ങനെ 2 കോടി കഴിഞ്ഞാൽ പിന്നെ 2 കോടി മുതൽ 5 കോടി വരെ നിക്ഷേപം സ്വീകരിക്കുന്ന നിധി കമ്പനികൾക്ക് ഒരാൾക്ക് 7.5 ലക്ഷം രൂപ വരെ ഒരു ഇടപാട് ഒരു മെമ്പർമാർക്ക് മാത്രമാണ്. നിധിയിൽ ഇടപാട് നടത്തുന്നെങ്കിൽ മിനിമം 100 രൂപയുടെ ഒരു മെമ്പർഷിപ്പ് കൊടുത്ത ഷെയർ ഹോൾഡർ ആയിരിക്കണം. അതാണ് നിധി നിയമം. അവർക്ക് 7 ലക്ഷം രൂപയും 5 കോടിക്ക് മുകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് 15 ലക്ഷം രൂപയും കൊടുക്കാവുന്ന ഒരു വ്യവസ്ഥയാണ് നിധി റൂളിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു വർഷത്തിൽ തന്നെ 4-5 പേപ്പേഴ്സ് അവിടെ കൊടുക്കാനുണ്ട്. എങ്ങനെ സുഗമമായുള്ള പ്രവർത്തനങ്ങൾ ആണ് നിധികളുടെ സുതാര്യമായ പ്രവർത്തനമാണ് നടക്കുന്നത്. പബ്ലിക്കിന് ഏത് സമയത്തും നമ്മുടെ സ്ഥാപനങ്ങളിൽ വന്ന് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാം. കാരണം ഇപ്പൊ വേറൊരു ബാങ്കിലാണ് നമ്മളൊരു ലോൺ ചെല്ലെങ്കിൽ ഏറ്റവും ആദ്യം പറയുന്നത് 3 വർഷത്തെ ITR, നിങ്ങൾക്ക് 3 വർഷത്തെ ITR ഉണ്ടെങ്കിലാണ് നമ്മുടെ ലോൺ അവർ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. വരുന്ന ആളുകള് ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് ഇൻകമുള്ള ആളുകളും അതോടൊപ്പം അവർക്ക് നമുക്ക് സെക്യൂരിറ്റി തരാനായിട്ട് അവരുടെ കയ്യിൽ കൈവശം ഉണ്ടെങ്കിൽ നമ്മളത് അവരെയൊക്കെ പരിശോധിച്ച് വളരെ ഫാസ്റ്റായിട്ട് അവരുടെ കാര്യങ്ങൾക്ക് ലോൺ. ഇവിടുത്തെ നിധി കമ്പനികൾ എന്ന് പറഞ്ഞാൽ പള്ളി ബേസ്ഡ് നിധിയുണ്ട്, SNDP NSS ബേസുകളിൽ നിധിയുണ്ട്, അമ്പലം ബേസുകളിൽ നിധിയുണ്ട്. അതല്ലാതെ നമ്മുടെ ഈ ഷെയർ ഹോൾഡിംഗ് എന്ന് വെച്ചാൽ മിനിമം 7 പേരുണ്ടെങ്കിൽ ഒരു നിധി കമ്പനി തുടങ്ങാം. അങ്ങനെ പല തരത്തിലും ഗ്രാമീണ മേഖലയെ സഹായിക്കാൻ, സാമ്പത്തികമായി സഹായിക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഈ തരം നിധി കമ്പനികൾ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. 2019-ല് 2022-ലും 2016-ലും 2019-ല് പുതിയൊരു നിയമം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ സമ്മേളന സ്ഥലത്ത് കവിത ഇവന്റ് ഹബിൽ അന്നത്തെ സമ്മേളന വേദിയിലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായി നമ്മുടെ എല്ലാം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് BD സതീശൻ അവറുകളാണ്. അദ്ദേഹത്തെ നേരിട്ട് കാണുകയും അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ രാഷ്ട്രീയ രംഗത്ത് ഏറെക്കാലമായി സജീവമായി നേതൃത്വം നൽകുന്ന മുൻ മന്ത്രി ശ്രീ ശർമ്മ അവറുകള് ബിസിനസ് അവാർഡ് നൽകുന്നതിന് BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ AN രാധാകൃഷ്ണൻ അവറുകള് വിദ്യാഭ്യാസ അവാർഡുകൾ നൽകുന്നതിന് വേണ്ടി വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഞങ്ങള് ഈ നമ്മുടെ നിധി രംഗത്തെ ഡയറക്ടേഴ്സിനെ പ്രത്യേകമായി വനിതാ ഡയറക്ടേഴ്സ് 10-15ഓളം വനിതാ ഡയറക്ടേഴ്സും പല കമ്പനികളിലായിട്ട് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അവരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ്, ശേഷം നിധി റൂൾസിനെ പറ്റിയുള്ള ഒരു സെമിനാറും അടങ്ങുന്ന ഒരു പദ്ധതിയാണ് സമ്മേളനത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ആ സമ്മേളന പരിപാടികളിൽ വിജയിപ്പിക്കുന്നതിന് ആവശ്യം ജില്ലയിലെ വാർഷിക 5ാമത് കോൺഫറൻസ് പറവൂർ വെച്ച്
ചില പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. നിധി നമ്മുടെ നാട്ടിൻ മേഖലയിലെ